നമസ്കാരം. നാം സംരക്ഷിക്കുന്ന ദൈവത്തിലാണോ, നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിലാണോ നമുക്ക് വിശ്വാസം? അതിന്റെ ഉത്തരം തത്വമസിയിലുണ്ട്. ഒരിക്കൽ ഒരു അപ്പൂപ്പനും കൊച്ചുമകൻ അപ്പൂപ്പനെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പൻ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, വായിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചുമകൻ അപ്പൂപ്പനോട് വളരെ അതിശയത്തിൽ ചോദിച്ചു, അപ്പൂപ്പൻ എന്നും പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, വായിക്കുന്നു, എന്നിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അല്ലെങ്കിൽ എന്താണ് അപ്പൂപ്പൻ ഇതിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നത്? എന്താ ഓർത്തിരിക്കാൻ സാധിക്കുന്നത്? അപ്പൂപ്പൻ മറുപടിയായി അവനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അടുക്കളയുടെ തട്ടും പുറത്തു നിന്ന് ഒരു കറ പിടിച്ച അഴുക്ക് പുരണ്ട ഒരു കുട്ടയെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. ഈ കൊട്ട അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അടുത്തുള്ള പുഴയിൽ ചെന്ന് നീ ഇതിൽ വെള്ളം കൊണ്ടുവരണം. വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ ഈ ചെറിയ ബക്കറ്റ് നിറയുന്ന വരെ വെള്ളം കൊണ്ടുവരണം. അവൻ പെട്ടെന്ന് തന്നെ ഈ കൊട്ടയുമായിട്ട് വെള്ളത്തിലേക്ക് പോവുകയാണ്. പുഴയിൽ നിന്ന് വെള്ളവും ചുമന്നുകൊണ്ട് വരികയാണ്. വെള്ളം വരുന്ന വഴിയിൽ ഇങ്ങനെ അവന്റെ ദേഹത്ത് വാർന്നൊഴുകുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് അവൻ അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പ ഇത് ഈറയല്ലേ, ഇതിൽ വെള്ളം നിൽക്കുന്നില്ലല്ലോ. അപ്പൂപ്പൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, നീ ഇങ്ങനെ നടന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന്. അവൻ വീണ്ടും 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 കുട്ടയിൽ വെള്ളവുമായി തിരിച്ചു വരുമ്പോൾ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ, എങ്കിലും അവനത് ബക്കറ്റിൽ ഒഴിക്കും. അങ്ങനെ ഒരു 10-15 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ആ ചെറിയ ബക്കറ്റ് നിറഞ്ഞു. അപ്പൂപ്പൻ അവനോട് പറഞ്ഞു, മോനെ, എത്ര നേരം കൊണ്ടാണ് നീ ഈ ബക്കറ്റ് നിറച്ചത്? പക്ഷേ നീ ആ കുട്ടയിലേക്കൊന്ന് നോക്ക്. ഓരോ പ്രാവശ്യവും നീ വെള്ളത്തിൽ മുക്കുകയും വെള്ളം ചുമക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടയുടെ കറയെല്ലാം പോയി, ആ കുട്ടയുടെ അഴുക്കെല്ലാം പോയി, അത് ശുദ്ധിയുള്ളതായി തീർന്നു. ഇതാകണം മകനെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ധ്യാനവും നമ്മുടെ ദൈവവിചാരവും നമ്മുടെ ചിന്തയും ഒക്കെ. വായിക്കുന്നതും പഠിക്കുന്നതും എൻ്റെ മതബോധങ്ങളും ഒക്കെ നന്മയ്ക്കായിട്ടുള്ളതായി തീരണം. അതെന്നെ ശുദ്ധീകരിക്കാനും അപരനിൽ ദൈവത്തെ കാണാനുള്ള സാധ്യതയായും എൻ്റെ വിശ്വാസത്തിന് തീരുമ്പോൾ മാത്രമേ തെളിമയുള്ള കണ്ണ്, തെളിമയുള്ള ഉൾക്കണ്ണുള്ള നല്ല ഭക്തരായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.